Hello and welcome back to Careline Mumbai YouTube channel. So in today's episode, we have a very special guest with us, Shiva Shankar Krishna. He's a winner of Flowers Top Singer Season 5 and he has won many hearts with his performance. So let's know more about his performance from himself. Hello Shiva Shankar. Hello. First of all, congratulations. Thank you so much. Top Singer Season 5 winner ആയതിന്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഗ്രൂമേഴ്സ്, പിന്നെ അവിടുത്തെ ഡയറക്ടർ, അവിടുത്തെ ബാക്കിയുടെ സ്റ്റാഫ് എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ജഡ്ജസ്, പിന്നെ ഗ്രൂമേഴ്സ് എസ്പെഷ്യലി അവരെ എല്ലാ പാട്ടിലും തെറ്റൊക്കെ നല്ലോണം പറഞ്ഞു തരുമായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവിടുത്തെ ഒരു കൾച്ചർ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ അത്ര നാളും ഈ സ്കൂളിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന ഇങ്ങനെ അതേ ഒരു ഇതിൽ നിന്ന് പെട്ടെന്ന് മാറിയപ്പോഴത്തേക്ക് അവിടെ ടോട്ടൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരു വേറൊരു വൈബാണ്. അപ്പൊ മോന്റെ ഓഡീഷന്റെ ആ ഒരു ജേർണി ഒന്ന് പറയാമോ? ഓഡീഷനിൽ ആ എത്ര റൗണ്ട്സ് ഉണ്ടായിരുന്നു, എങ്ങനെ ആ ഓഡീഷനിൽ എത്തി, അതൊക്കെ? 4 റൗണ്ടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ റൗണ്ട് ജഡ്ജസ് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു ജഡ്ജസ്. അപ്പൊ ആ സമയത്ത് എന്താ പറയുക, നമ്മുടെ ടോപ്പ് സിംഗറിലെ ജഡ്ജസ് അല്ല, വേറെ ഗ്രൂമേഴ്സ് ഒക്കെയാണ് ജഡ്ജസ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് റൗണ്ടില് എല്ലാ മോസ്റ്റ് ഓഫ് ദി ഓഡീഷൻസിലൊക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് പാടുമ്പോ ഭയങ്കര നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമേ മുതൽ തന്നെ ഒരു ടെൻഷൻ പോലെ. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ. എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. അതെനിക്ക് എക്സാക്ട് കൗണ്ട് അറിഞ്ഞൂടാ. ഫൈനൽ ഓഡിഷൻ ഇപ്പം കണ്ട് 50 ആൾക്കാരെന്തോ ഉണ്ടായിരുന്നു ഫൈനൽ ടെലികാസ്റ്റിന്റെ സമയത്ത്. ഓക്കെ, ഫൈനൽ ഓഡീഷൻ കഴിഞ്ഞിട്ട് സെലക്ട് ആയപ്പോഴോ? സെലക്ട് ആയപ്പോ കണ്ട് 35 ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, 35 വിത്ത് ആ ഒരു ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. കണ്ടസ്റ്റൻസും പിന്നെ ലിറ്റിൽ ഏഞ്ചൽസും രണ്ടും ചേർത്ത് അറൌണ്ട് 35 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഇതുണ്ടോ? ലിറ്റിൽ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ 7 വയസ്സിന്റെ താഴെയുള്ള കുട്ടികള്, പിന്നെ കണ്ടസ്റ്റൻസ് എന്റെ മേളിലുള്ള കുട്ടികൾ. അപ്പൊ ലിറ്റിൽ ഏഞ്ചൽസിന് മാർക്കില്ല, അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അവർക്ക് കോമ്പറ്റീഷൻ ആയിട്ടല്ല, നിങ്ങൾക്കാണ് അപ്പൊ കോമ്പറ്റീഷൻ. മോനി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന് ഓഡീഷൻ ചെയ്യാൻ പോയത് എങ്ങനെയായിരുന്നു? ആദ്യം അച്ഛനെ ഞാൻ ആദ്യമല്ലേ പാട്ട് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പാട്ടൊക്കെ ഈ പാടി നമ്മൾ വിചാരിച്ച ടോപ്പ് സിംഗറിൽ നിന്ന് ട്രൈ ചെയ്താലോന്ന്. അപ്പൊ അങ്ങനെ നമ്മള് ട്രൈ ചെയ്തിട്ട് അവസാനം ഈ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അവിടെ വരെ എത്താൻ പറ്റുന്നെങ്കിലും എനിക്ക് അവസാനം ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഫൈനൽ ഓഡിഷൻ കടന്നിട്ട് സെലക്ട് ആയപ്പോ. ഓഡീഷൻ കഴിഞ്ഞിട്ട് ടെലികാസ്റ്റിൽ മോൻ ആദ്യമായിട്ട് പാടിയ സോങ് ഏതായിരുന്നു? ഒരു വെല്ലം പൊന്നും പോവും. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പാടിയപ്പോ ആ സമയത്ത്. ആദ്യത്തെ പാട്ടും കൂടെ അല്ലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, മാർക്ക് എത്ര കിട്ടും അങ്ങനെയൊക്കെ. അപ്പോ ആ പാട്ടൊന്ന് പാടണേ. ഈ സോങ് ഞാൻ ഒരുപാട് മുമ്പ് പാടിയതാണെങ്കിൽ അത്രയ്ക്ക് ബൈഹാർട്ടല്ല, അപ്പൊ ചിലപ്പോ കുറച്ച് തെറ്റുകൾ പറ്റുന്ന വരും. ഒരു വെല്ലം പൊന്നും പൂവും കരിനീലച്ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും പട്ടകാളി പെണ്ണെ നിന്നെ മണിവേയിൽ ചാർത്തിടാം, തുണനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു വെല്ലം പൊന്നും പൂവും കരിനീലച്ചാന്തും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും. മോന്റെ അപ്പം മ്യൂസിക്കൽ ജേർണി ഇല്ലേ, മോന് പാട്ട് പാടാൻ പറ്റും, ആ ഒരു ജേർണിയെ കുറിച്ചൊന്ന് പറയാം. അത് ഞാൻ അറൌണ്ട് 2 വയസ്സായിരുന്നപ്പോഴേ നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോ അച്ഛൻ ഈ മയിൽപ്പീലി കാസറ്റിലെ പാട്ടുകളൊക്കെ വെക്കുമായിരുന്നു. ഈ ചന്ദന ചർച്ചിത, പിന്നെ രാധതൻ പ്രേമത്തോടാണ്, അതുപോലത്തെ പാട്ടുകളൊക്കെ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കേട്ട് പിന്നെ ഞാൻ എൻ്റെ ആ സമയത്തെ വോയിസിൽ ഞാൻ തന്നെ ഇങ്ങനെ പാടാൻ തുടങ്ങിയ കുറച്ചായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ ബാലഗോകുലം ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു പ്രാവശ്യം അവര് നമ്മളോട് പറഞ്ഞു, അതായത് അടുത്ത പ്രാവശ്യം വരുമ്പോ നാഗേന്ദ്രഹാര എന്ന് പറഞ്ഞൊരു ശ്ലോകം നല്ലോണം, പഞ്ചാക്ഷരി മന്ത്രം അത് നല്ലോണം ഒന്ന്
കേട്ടിട്ട് വരണമെന്ന്. അപ്പൊ ആ പാട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എനിക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്. അപ്പോ അച്ഛനാണോ അമ്മയാണോ ഫുൾ സപ്പോർട്ട് പാട്ടിന് വേണ്ടി? രണ്ടുപേരും ഈക്വലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. മോനപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ കാറിൽ പൊക്കോണ്ടിരുന്നപ്പോ അച്ഛൻ 2 സോങ്സ് ഇട്ടായിരുന്നു. അതിലെ മോന്റെ ഫേവറേറ്റ് സോങ് ഏതായിരുന്നു? ചന്ദന ചർച്ച. അതിന്റെ 2 വരി ഒന്ന് പാടണേ. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം ചന്ദനചർച്ചിത നീലകളേബരം എന്റെ മനോഹരമേഘം ചന്ദനചർച്ചിത നീലകളേബരം എന്റെ മനോഹരമേഘം കായാൻ പൂവിലും എന്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം ചന്ദനചർച്ചിത നീലകളേബരം എന്റെ മനോഹരമേഘം കായാം പൂവിലും എന്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം. ടോപ്പ് സിംഗറില് ജഡ്ജസിന്റെ മുമ്പിൽ പാടുന്ന ഫസ്റ്റ് എപ്പിസോഡ് സമയത്ത് മോന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ജഡ്ജസിനെ എല്ലാരെയും മുമ്പിൽ ഇരിക്കുന്ന കണ്ടപ്പോ ഫസ്റ്റ് സോങ് പാടുകയല്ലേ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പിന്നെ ഈ ലൈറ്റ് ഒക്കെ ചുറ്റും ഇങ്ങനെ ലൈറ്റ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു വലിയ അതിശയമായിരുന്നു. പിന്നെ ആദ്യത്തെ 2-3-4 എപ്പിസോഡിലൊക്കെ എന്താ പറയുക, ഈ പേരൻസിന് ലൈവായിട്ട് ഒരു റൂമില് കാണാൻ പറ്റുമായിരുന്നു നമ്മൾ പാടുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് കാണുക എന്നുള്ളത്. പിന്നെ പാട്ട് തെറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ. പിന്നെ ഈ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ മാർക്കാണ്. എല്ലാവർക്കും അതായത് അയ്യോ എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ള ടെൻഷൻ. മോൻ മുംബൈയിലല്ലേ ജനിച്ചു വളർന്നതൊക്കെ, അപ്പോ ഈ മലയാളം സോങ്സ് ഇത്രയും ദൃഢമായിട്ട് ഈ ഓരോരോ അക്ഷരങ്ങളൊക്കെ പറയാൻ ഈ ബാലഗോകുലത്തു നിന്നൊക്കെയാണ് പഠിച്ചത്? കൊറേയൊക്കെ ബാലഗോകുലം ക്ലാസ്സിൽ നിന്നൊക്കെ തന്നെ പഠിച്ച. പിന്നെ എന്താ പറയുക, ഞാൻ വീട്ടിലെപ്പോഴും മലയാളം സംസാരിക്കുന്നത് കൊണ്ട് കൊറേയൊക്കെ ഫ്ലുവന്റ് ആയി. പക്ഷെ പകുതി നേരം ഞാൻ ഹിന്ദിയാണ് സംസാരിക്കുന്നത് എന്താ വെച്ചാൽ സ്കൂളിലൊക്കെ. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ചാ കൊണ്ടുപോയത്. പിന്നെ ഞാൻ പാട്ട് പഠിക്കുമ്പോഴും ഞാൻ എന്റെ ആക്സെന്റ് ശരിയാക്കാൻ നോക്കാറുണ്ട് ഒരുപാട്. അപ്പൊ ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട്, മോൻ ബോംബെന്ന് വന്നിട്ടും മോന്റെ മലയാളം പ്രൊനൗൺസിയേഷൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ലതാണ്. ആൾക്കാർ എന്നോട് ഒരുപാട് പറയാറുണ്ട്. മോൻ MG ശ്രീകുമാർ സർ, മധു ബാലകൃഷ്ണൻ സർ, റിമി ടോമി ഇവരുടെ ഒക്കെ മുമ്പിൽ പാടിയല്ലോ. ഈ 3 ജഡ്ജസിലും മോന്റെ ഫേവറേറ്റ് ആരാ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂല. 3 ആൾക്കാരും എനിക്ക് ഈക്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറെ ജഡ്ജസ് ഉണ്ടായിരുന്നു, ബിന്നി ആന്റി, പിന്നെ അതുപോലത്തെ അഫ്സൽ സാർ, അവരെ ഇടയ്ക്ക് വന്നായിരുന്നു. പിന്നെ നജീം അർഷദ് സാർ, അവരും ഇടയ്ക്ക് വന്നായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് ജഡ്ജസ് ഇങ്ങനെ മാറി മാറി വരാറുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും ഫേവറേറ്റ് ജഡ്ജ് ആരാന്ന് ചോദിച്ചാ അങ്ങനെ എനിക്ക് ഒരാളുണ്ട്, അങ്ങനെയില്ല. പിന്നെ അങ്ങനെ എനിക്ക് ഒരു ഒറ്റ ഫേവറേറ്റ് ജഡ്ജില്ല, എല്ലാ ആൾക്കാരും എനിക്ക് ഒരുപോലെ. ഗ്രൂമിംഗ് സെഷനിലൊക്കെ ഇവരൊക്കെ വരുമായിരുന്നോ? ജഡ്ജസ് ഒക്കെ വരുമായിരുന്നോ?
ഇല്ല, ഗ്രൂമിങ് സെക്ഷനിൽ ജഡ്ജസ് ഒന്നും വരാറില്ലായിരുന്നു. പിന്നെ അതെങ്ങനെയാ നടക്കുക? അവർ ഓരോ ആളുകളെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇരുന്ന് ഗ്രൂം ചെയ്യോ അതോ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യോ? അപ്പൊ അതെങ്ങനെയായിരുന്നു? അതായത് നമ്മൾ അവർക്ക് ഒരുപാട് പാട്ട് അവരൊരു റൗണ്ട് അനൗൺസ് ചെയ്യും. സച്ചാസ് ഇപ്പൊ പെർഫോമൻസ് റൗണ്ട് ആണെങ്കിൽ നമുക്ക് അടിപൊളി പാട്ടുകള് അങ്ങോട്ട് ഒരു 5 എണ്ണം അയച്ചു കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അവര് സെലക്ട് ചെയ്യും. പിന്നെ അത് ആ പാട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അടുത്ത ദിവസം മുതൽ തന്നെ അവരെ വിളിക്കും. അതായത് അവരെന്തും നമ്മളെ വിളിക്കും, നമ്മുടെ നമ്പറിലേക്ക് അവരെ വിളിക്കും, ഈ റൂമിലേക്ക് ഗ്രൂമിങ്ങിന് വരാൻ. എന്നിട്ട് നമ്മള് അവിടത്തെ മറ്റെന്താ പറഞ്ഞ ഹോട്ടലുണ്ടല്ലോ, അപ്പൊ അവിടെ അവര് പറഞ്ഞ റൂമിലേക്ക് ചെന്നിട്ട് അവരെ നമ്മളെ ഗ്രൂം ചെയ്യും. നമ്മുടെ പാട്ടുകള് അവരോട് പറയണം. പിന്നെ അവരെ പിച്ചൊക്കെ ആദ്യത്തെ ഗ്രൂമിങ് സെക്ഷനിൽ തന്നെ പിച്ചൊക്കെ ഏതാന്ന് ഡിസൈഡ് ചെയ്യും. പിന്നെ നമ്മളത് ഇങ്ങനെ പാടി പാടി ഒരു കുറച്ച് ഗ്രൂമിങ് സെഷൻസ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഓർക്കസ്ട്ര പ്രാക്ടീസ് വരും. അതായത് ഈ ഷൂട്ടിന്റെ ജസ്റ്റ് ഒരു ദിവസം മുമ്പ് അപ്പൊ ഓർക്കസ്ട്ര റിഹേഴ്സൽ പോലെ അവിടെ ഓർക്കസ്ട്ര അങ്കിൾമാരെല്ലാം വന്നിട്ട് പിന്നെ അങ്ങനെ ഒന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കും. അപ്പൊ മോന്റെ സ്റ്റഡീസും ഈ ഓഡീഷൻ കിട്ടി ടോപ്പ് സിംഗറിൽ പോയപ്പോ ഫുൾ ടൈം നാട്ടിലല്ലായിരുന്നു? സ്റ്റഡീസ് ഒക്കെ എങ്ങനെയാ മാനേജ് ചെയ്തത്? സ്റ്റഡീസ് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു ഓൺലൈൻ ആയിട്ടുള്ള. പിന്നെ അവരെനിക്കൊരു ഹോം വർക്ക്സ് ഒക്കെ അസൈൻ ചെയ്യുമായിരുന്നു. സ്കൂളിലോ? സ്കൂൾ ലെക്ചേഴ്സ് ഒക്കെ മിസ് ആവില്ലേ? അതെങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? അതെനിക്ക് പിന്നെ വേറെ വഴിയില്ലായിരുന്നു. അപ്പൊ ആ ടോപ്പിക്സ് ഒക്കെ ഇനി എക്സാമിൽ വരാൻ പോകുന്ന ടോപ്പിക്സ് ഒക്കെ ഞാൻ എന്താ പറയുക ട്യൂഷൻ വെച്ചും പഠിക്കുമായിരുന്നു, തന്നെയും പഠിക്കുമായിരുന്നു. എന്നിട്ട് ഡയറക്റ്റ് എക്സാമിന് വേണ്ടി മാത്രം അവിടെ പോകും. ഓക്കെ. പിന്നെ ഈ പ്രോഗ്രാം കുറച്ചുകൂടെ സീരിയസ് ആയി വന്ന സമയത്ത്, അതായത് എന്താ വെച്ചാൽ ഓരോ എലിമിനേഷൻ കഴിയുമ്പോൾ കുറച്ചുകൂടെ ടഫ് ആവും. എന്താ വെച്ചാൽ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും ഓരോ എലിമിനേഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ എന്റെ ഒക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റഡീസിലൊട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാതായി. അപ്പൊ ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ? എക്സാംസ് ഒക്കെ അപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്തത്? അതായത് എക്സാംസ് ആ സമയത്ത് നമുക്ക് കുറച്ച് ദിവസം ബ്രേക്ക് വരാറുണ്ട്, ഒരാഴ്ച 2 ആഴ്ച സമയത്തൊക്കെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ബ്രേക്ക് നടക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി ലേറ്റ് ആയിരുന്നു, എക്സാംസ് ഒക്കെ കഴിഞ്ഞായിരുന്നു. പക്ഷെ അവരെനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരെനിക്ക് എക്സാം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. മോന്റെ ഒരു ഇൻസ്പിറേഷൻ ആരാ ഈ മ്യൂസിക്കില്? മെയിൻലി MG ശ്രീകുമാർ സാറും പിന്നെ ദാസ് സാറും പിന്നെ ചിത്രാമ്മയും അവരെല്ലാരും ആണ്. ഇവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ആളുകളെയും മോൻ അന്ന് നേരിട്ട് കണ്ടില്ലേ ടോപ്പ് സിംഗറിൽ വെച്ച്? അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഭയങ്കര ഒരു അതിശയം അവരെ കാണുമ്പോഴത്തേക്ക്. പിന്നെ അവര് ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ആ ഫീലിംഗ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല. മോൻ ടോപ്പ് സിംഗറിൽ പോകുന്നതിന് മുമ്പേ വേറെ എന്തെങ്കിലും കോമ്പറ്റീഷൻ മുംബൈയില് അതും നാട്ടിലായാലും പങ്കെടുത്തിട്ടുണ്ടോ? ഒരുപാട് ഈ മലയാളം മിഷൻസിന്റെ ഈ കോമ്പറ്റീഷൻസിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ. അതായത് ഞാന് ഈ സിനിമാ പാട്ടിലും പിന്നെ ലൈറ്റ് മ്യൂസിക്കിലും പിന്നെ കവിതാലാപനത്തിലും 3 എനിക്കായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുഗതാഞ്ജലി എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ട് എല്ലാ വർഷവും. അപ്പൊ അത് അതിൻ്റെ അകത്ത് ഗ്ലോബലി ഫസ്റ്റ് എനിക്കായിരുന്നു. എന്റെ എല്ലാത്തിനും ട്രോഫി ഇപ്പോഴും ഭയങ്കര സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വീട്ടില്. മോന്റെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മൊമെന്റ് ടോപ്പ് സിംഗറിൽ അതെന്തായിരുന്നു? ഗ്രാൻഡ് ഫിനാലെ അടുത്തോണ്ടിരുന്ന സമയത്ത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അതായത് ഈ ക്വാർട്ടർ ഫിനാലെയും അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മുതൽ ഭയങ്കര ടഫായിരുന്നു എല്ലാം. അതായത് അത് അത്ര നാളെ എല്ലാരും ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഫൈനൽ അടുത്തപ്പോഴത്തേക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. അതും പിന്നെ ആദ്യത്തെ എലിമിനേഷൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ആദ്യത്തെ എലിമിനേഷൻ ഭയങ്കര ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അവർ 7 ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇതായിപ്പോയി, ടെൻഷൻ ആയിപ്പോയി. അതായത് ഇത്രക്ക് എലിമിനേറ്റ് ചെയ്താ പിന്നെ ചിലപ്പോ അടുത്ത പ്രാവശ്യം നമ്മൾ എലിമിനേറ്റ് ആയാലോ ഉള്ള ആ ടെൻഷൻ കാരണം എല്ലാരും പിന്നെ ഭയങ്കരമായിട്ട് പഠിക്കാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി.
പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഓരോ എലിമിനേഷൻ കഴിയുമ്പോഴും ആൾക്കാർ കുറഞ്ഞു വരുമല്ലോ. അപ്പൊ അവര് ഒറ്റ ഷെഡ്യൂളില് കൂടുതൽ പാട്ടുകൾ വെക്കും. അതായത് അത്ര നാളെ നമുക്ക് ഒറ്റ പാട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെഡ്യൂൾസ് അടുപ്പിച്ചടുപ്പിച്ച് വരാൻ തുടങ്ങി. പിന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒറ്റ ഷെഡ്യൂളിൽ 2 പാട്ട് പാടണമായിരുന്നു. പിന്നെ ക്വാർട്ടർ ഫിനാലയുടെ സമയത്തൊക്കെ ഗ്രാൻഡ് ഫിനാലയുടെ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒറ്റ ദിവസത്തിൽ 2 പാട്ട് പാടണമായിരുന്നു. അപ്പൊ ഒറ്റ ദിവസം അതൊക്കെ ഭയങ്കര ഒരു ടഫായിരുന്നു. ടോപ്പ് സിംഗറില് മോൻ അറ്റ്ലീസ്റ്റ് ഒരു 70, 75, 80 സോങ്സ് പാടി കാണുമല്ലോ. അപ്പോൾ അതില് മോന്റെ ഫേവറേറ്റ് സോങ് ഏതാ? ഫേവറേറ്റ് സോങ് ഒരുപാട് സോങ്സ് ഉണ്ട്. അതായത് ചന്ദന ചർച്ചിത, പിന്നെ നക്ഷത്ര ദീപങ്ങൾ, പിന്നെ കവിളിണയിൽ, പിന്നെ അതുപോലെ തന്നെ കാട്ടിലെ പഴമുളം ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ മോന് ജഡ്ജസ് ഒക്കെ പ്രേസ് ചെയ്ത ഒരു പാട്ട് ഏതാ? ഇന്നലെ മയങ്ങുമ്പോൾ. ഇന്നലെ മയങ്ങുമ്പോൾ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ സാധാരണ എപ്പോഴും 100 കിട്ടുമ്പോ ഒന്നില്ലെങ്കിൽ ആ പാട്ട് തീർന്നിട്ട് സ്റ്റാൻഡിങ് ഓവേഷൻ തരും, അല്ലെങ്കിൽ പാട്ട് തീർന്നു കഴിഞ്ഞിട്ട് അവര് സ്റ്റേജിലേക്ക് വന്നിട്ട് ഒരുപാട് പ്രൈസ് ചെയ്യും. പക്ഷെ ഇതിന്റെ അകത്ത് എനിക്ക് ആദ്യമായിട്ട് എന്ത് പറ്റി, 3ാമത്തെ സ്റ്റാൻസ കഴിഞ്ഞപ്പോ തന്നെ അവര് സ്റ്റാൻഡിങ് ഓവേഷൻ തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ട് ലാസ്റ്റ് അതിന്റെ അകത്ത് ടോട്ടൽ 4 സ്റ്റാൻസസ് ഉണ്ട്. അപ്പൊ 4ാമത്തെ സ്റ്റാൻസ കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഒരുപാട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു ആ പാട്ടിന്റെ പുറകില്. ഈ പാട്ടിന്റെ ഒരു 4 വരി പാടും. പിന്നെ നക്ഷത്ര ദീപങ്ങൾ ഇഷ്ടാന്ന് പറഞ്ഞില്ലേ, അതിന്റെയും കൂടി ഒരു 4 ലൈൻസ് പാടണം. ഓക്കെ? നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി മോൻ രാഗലയില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? രാഗലയ മ്യൂസിക് കോമ്പറ്റീഷൻസ്? ഞാൻ പക്ഷെ ആ സമയത്ത് ഭയങ്കര കുഞ്ഞായിരുന്നു, അപ്പൊ എനിക്ക് അത്ര ഓർമ്മയില്ല അതിനെ പറ്റി. ഓക്കെ. ആരുടെ കൂടെ ആയിരുന്നു അപ്പൊ വന്നേ? ഏട്ടന്റെ കൂടെ. ഏട്ടൻ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുമായിരുന്നോ? ഏട്ടനും പാടുവോ? ഏട്ടൻ പാടുമായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് നിർത്തി വെച്ചേക്കുന്നു. ഇപ്പൊ ഏട്ടൻ 10ാം ക്ലാസ്സിലായതുകൊണ്ട് ഏട്ടൻ എന്റെ ടെൻഷനൊക്കെ ഉണ്ട്, അപ്പൊ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതാണ്. പിന്നെ ഏട്ടന്റെ വോയിസ് ചേഞ്ച് ആണ് ഇപ്പൊ തൽക്കാലത്തേക്ക് കുറച്ചൊന്ന് നിർത്തി വെച്ചേക്കും. വോയിസ് ചേഞ്ച് ആയല്ലോ. ഓക്കെ. മോന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? നാട്ടിലൊക്കെ എവിടെയാണ്? എന്റെ അമ്മയും താമസിക്കുന്ന തിരുവനന്തപുരത്ത്, പിന്നെ അച്ഛനും അച്ഛമ്മയും താമസിക്കുന്നത് ചേർത്തലയില്, ആലപ്പുഴയില്. പക്ഷെ ഇപ്പൊ സെറ്റിൽഡ് ആയിട്ടുള്ളത് ബോംബെയില്. അപ്പൊ എന്റെ സ്കൂളൊക്കെ ബോംബെയിലാണ്. ഇപ്പൊ ബോംബെയിലിരിക്കുന്ന ഞാനും അമ്മമ്മയും, പിന്നെ അച്ഛനും അമ്മയും, പിന്നെ എന്റെ ഏട്ടനും. ഏട്ടന്റെ പേരെന്താ? നവനീത് കൃഷ്ണ. അച്ഛന്റെയോ? അമ്മയുടെ പേര് ദീപാ മേനോൻ, പിന്നെ അച്ഛന്റെ പേര് കൃഷ്ണകുമാർ, അമ്മമ്മയുടെ പേര് രമാദേവി. മലയാളം സിംഗേഴ്സിനെ കുറിച്ച് മോൻ പറഞ്ഞല്ലോ, MG ശ്രീകുമാർ, ബാലചന്ദ്രൻ സർ, അവരുടെ ഒക്കെ. അപ്പോ ഹിന്ദി സിംഗേഴ്സ് ഫേവറേറ്റ് ആയിട്ട് ആരാ ഉള്ളത്?
ജപദീപ് ജലയാന. ആ. ദാസ് സാറിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കിഷോർ കുമാർ സാർ, പിന്നെ മുഹമ്മദ് റാഫി സാർ, പിന്നെ ലതാ മങ്കേഷ്കർ മാം, പിന്നെ ആശാ ഭോസ്ലെ മാം, അവരൊക്കെ. അപ്പൊ ഈ ജപദീപ് ജലയായ പാട്ട് പറഞ്ഞല്ലോ, അതിന്റെ ഒരു 4 വരി പാടും. जब दीप जले आना, जब शाम ढले आना, जब दीप जले आना, जब शाम ढले आना, संकेत मिलन का भूल न जाना, मेरा प्यार न बिसराना, जब दीप जले आना, जब शाम ढले आना. ഇപ്പോ കേരള ഇൻ മുംബൈ വ്യൂവേഴ്സിന് വേണ്ടി മോൻ എന്താ ഇപ്പൊ പറയാനുള്ളത്? മോന്റെ പ്രായത്തിലുള്ള കുറെ കുട്ടികള് ഈ ഫീൽഡിലോട്ട് വരാനും കോമ്പറ്റീഷൻ പാടാനും ഒക്കെ താല്പര്യമുള്ള ആളുകളോട് മോൻ എന്താ പറയാനുള്ളത്? ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ പറ്റുന്നത്ര ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ബാക്കിയുടെ എല്ലാം അത് നമുക്ക് ഉറപ്പില്ല. ഈ ഓഡീഷൻ സമയത്തൊക്കെ നമ്മൾ ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ബാക്കിയുടെ അവർ സെലക്ട് ചെയ്യുന്നുള്ളത് അത് അവരുടെ ജോലിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. Thank you, Mole, for sharing this space with us today. It was very wonderful to have you. So, a small token of appreciation from us. മോന്റെ കൂടെ ഇന്ന് ആരാ വന്നിരിക്കുന്നത്? അമ്മൂമ്മ. അതാ അമ്മൂമ്മയും കൂടി വിളിച്ചോളൂ. അമ്മൂമ്മയായിരുന്നു ഞാൻ മൊത്തം ഈ ജേർണിയിൽ മൊത്തം കമ്പനി ചെയ്ത കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അമ്മൂമ്മയുടെ ഒരു സ്പെഷ്യൽ താങ്ക്സും കൂടെ പറയണമായിരുന്നു. അമ്മൂമ്മയുടെ തന്നെ മൊത്തം ജേർണിയിൽ എൻ്റെ കൂടെ എന്നത് ഞാൻ സപ്പോർട്ട് ചെയ്തതും എല്ലാം. അപ്പൊ അമ്മൂമ്മയെ വിളിച്ചോളൂ. Thank you so much. Thank you for being with us today. Yeah. So that was our interview with Shivashankar Krishna, Flowers Top Singer winner. So if you know anyone who has excelled in their field and would like to get featured in our series, please contact us on the number given below in the description. And don't forget to like, share and subscribe our channel. Thank you.